ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, എത്രയോ നോമ്പുകാരുണ്ട്, അവർക്ക് നോമ്പ് കൊണ്ട് പട്ടിണിയല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നതല്ല, നോമ്പിന്റെ യഥാർത്ഥ പ്രയോജനം അവർക്ക് കരസ്ഥമാകുന്നതല്ല. അവർ പട്ടിണി കിടക്കുന്നു, പക്ഷേ നോമ്പ് കൊണ്ടുള്ള പ്രയോജനം അവർക്ക് കരസ്ഥമാകുന്നതല്ല. അതെങ്ങനെയുള്ള ആളുകളാണ്? അവർ പരദൂഷണം പറയുന്നവരാണ്, അവർ ഏഷണി പറയുന്നവരാണ്, അവർ അപരാധം പറയുന്നവരാണ്, നോമ്പുകാരനായിരിക്കവേ മറ്റുള്ളവരുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്നവരാണ്. ഈ പ്രവർത്തനങ്ങൾ കാരണമായി അവർ നോമ്പിന്റെ യഥാർത്ഥമായ പ്രയോജനം നഷ്ടപ്പെട്ടു പോകുന്നതും അള്ളാഹുവിന്റെ വാത്സല്യത്തിന്റെ കരുണയുടെ നോട്ടത്തിൽ നിന്നും വിദൂരമായി പോകുന്നതുമാണ്. റമദാൻ മാസത്തിൽ പോലും അള്ളാഹുവിന്റെ കരുണ ലഭിച്ചിട്ടില്ല എങ്കിൽ അവൻ എത്ര വലിയ നഷ്ടവാളിയാണെന്ന കാര്യം നാം ചിന്തിച്ചാൽ മതി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്തിനെ പറ്റി, പരദൂഷണത്തെ പറ്റി പറഞ്ഞിരിക്കുകയുണ്ടായി. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് പറയുന്നതിനാണ് പരദൂഷണം എന്ന് പറയുന്നത്. അത് അവനിൽ ഉള്ള കാര്യമാണെങ്കിലും, ഒരാൾ ചെയ്ത മോശമായ കാര്യം, ഒരാളിലുള്ള മോശമായ കാര്യം മറ്റുള്ളവർ അറിയുന്നത് അവന് ഇഷ്ടമില്ല എങ്കിൽ അതിനെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഗീബത്താണ്, പരദൂഷണമാണെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരദൂഷണം പറയുന്നതിനെ ശക്തമായ രീതിയിൽ വിലക്കുന്നുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ അറിയിച്ചിരിക്കുകയുണ്ടായി, അഥവാ ഗീബത്ത് പറയുക, സഹോദരനെ പറ്റി മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്, പരദൂഷണം പറയുക എന്നുള്ളത് ആ സഹോദരന്റെ പച്ച മാംസം കഴിക്കുന്നതിന് തുല്യമാണ്. അത് ആരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, ഒരാളുടെ പച്ചമാംസം കഴിക്കുക എന്നുള്ളത്. അതേപോലെ വെറുക്കപ്പെടേണ്ട കാര്യമാണ് മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുക എന്നുള്ളത് എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഈ ആയത്തിന്റെ തുടക്കഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഒരാൾ പരദൂഷണത്തിലോട്ട് എത്തിച്ചേരാനുള്ള മാർഗത്തെ അല്ലാഹു അറിയിച്ചിരുന്നുണ്ട്. എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളെ പറ്റി പരദൂഷണം പറയുന്നത്? ഈ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല 2 മോശമായ ദുർഗുണങ്ങളെ ഉപേക്ഷിക്കാനായി പറയുന്നു. ആ 2 ദുർഗുണങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ പരദൂഷണം പറയുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി, നിങ്ങൾ ഊഹാഭോഗത്തെ ഉപേക്ഷിക്കുക. ഒരാളെ പറ്റി ഇങ്ങനെ ചിന്തിക്കുക, ഒരാളെ പറ്റി ഇങ്ങനെ ഊഹിക്കുക, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. എല്ലാവരെയും പറ്റി നല്ലത് മാത്രം ചിന്തിക്കുക. ഒരാൾക്ക് 99 കുഴപ്പമുണ്ടെങ്കിൽ അവന് ഒരു നന്മയുണ്ടാവും. ആ നന്മയെ നാം കാണണം. നമ്മൾ മറ്റുള്ളവരുടെ നന്മയിലോട്ട് നോക്കുന്നവരും സ്വന്തത്തിന്റെ തിന്മയിലോട്ട് നോക്കുന്നവരുമായി തീരണം. അതുപോലെ ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞ മറ്റൊരു കാര്യമാണ് വലാ തജസ്സസു, നിങ്ങൾ മറ്റൊരാളെ പറ്റി ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. ഒരാളെ പറ്റി നല്ലത് വിചാരിക്കണം. അവനിൽ എന്തെങ്കിലും മോശമായ കാര്യം കണ്ടാൽ അതിനെപ്പറ്റി ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. ഒരാളുടെ എന്തെങ്കിലും ന്യൂനത മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെല്ലാവരോടും ചോദിക്കുക, എല്ലാവരോടും അതിനെ ചർച്ചാ വിഷയമാക്കുക. ഈ രീതിയിൽ അവന്റെ ന്യൂനതകളെ ചുഴിഞ്ഞന്വേഷിക്കുകയും ആ ന്യൂനതകളുടെ പിന്നാലെ പോവാനും പാടില്ല.